ഹായ് നമസ്കാരം. ഇന്ന് ഞാനൊരു ബീട്രൂട്ടും കാബേജും കൊണ്ടൊരു തോരനാട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാബേജ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ബീട്രൂട്ടും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചോപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കിട്ടും. അപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് ബീട്രൂട്ടിൻ്റെ ചൊവ്വ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ നമുക്കതിൽ കാബേജ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. അതിന് ചൊവ്വ കുറഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് കുറച്ച് നാളികേരം, അതേപോലെ 2-3 പച്ചമുളക് ചതച്ചെടുത്തതാണ് ഇത്. ഇനി നമുക്കിതൊന്ന് താളിപ്പിന് വേണ്ടി കറിവേപ്പില, കടുക്, വലിയുള്ളി അരിഞ്ഞത്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ടും കാബേജും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ വേവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇതിലേക്ക് വെള്ളം ഒട്ടും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.